ഹായ് ഓൾ PS വിഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1498. ചോദ്യം 2, ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീരംഗപട്ടണം ഉടമ്പടി. ചോദ്യം 3, കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകം എഴുതിയത്. ചോദ്യം 4, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കെ കേളപ്പൻ. ചോദ്യം 5, ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഈ വാക്കുകൾ ഏത് കൊട്ടാരത്തിൻ്റെ ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ദിവാൻ ഇ ഖാസ്. അത് ഡൽഹിയിലാണ്. ദിവാൻ ഇ ഖാസ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. 6ാമത്തെ ചോദ്യം, ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിവേകാനന്ദൻ. ചോദ്യം 7, ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദി? ഡ്രെയിൻ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി, അതുമല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം. ഓപ്ഷൻ ഡി ആണ്, ദാദാബായ് നവറോജി. അടുത്ത ചോദ്യം, ബാസ്റ്റിലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാസ്റ്റിലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫ്രഞ്ച് വിപ്ലവം. ചോദ്യം 9, 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ഫസൽ അലി. ചോദ്യം 10, 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഡാഷ് എന്നും അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ, ഓപ്പറേഷൻ വിജയ്. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഓപ്പറേഷൻ വിജയ് എന്നും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, കേരളത്തിലെ മൺസൂൺ മഴയെക്കുറിച്ചുള്ള താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിലെ മൺസൂണിൻ്റെ കവാടം എന്നാണ് കേരളത്തിൻ്റെ പേര്. 2, പാലക്കാട് വിടവ് മഴയുടെ സ്പേഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. 3, തുലാവർഷം കേരളത്തിലെ പ്രധാന മഴക്കാലമാണ്. നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രം. ഇന്ത്യയിലെ മൺസൂണിൻ്റെ കവാടം എന്നാണ് കേരളത്തിൻ്റെ പേര്. 2, പാലക്കാട് വിടവ് മഴയുടെ സ്പേഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. ഇത് രണ്ടുമാണ് ശരി. ചോദ്യം 12, കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. താമരശ്ശേരി ചുരം, അച്ചൻകോവിൽ ചുരം, കമ്പം ചുരം, ആറമ്പാടി ചുരം. വടക്ക് നിന്നും തെക്ക് വരെയുള്ള അവയുടെ സ്ഥാനത്തിൻ്റെ ശരിയായ ക്രമം ഇനി പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 3, 2, 4. 1 താമരശ്ശേരി ചുരം, 3 കമ്പം ചുരം, 2 അച്ചൻകോവിൽ ചുരം, 4 ആറമ്പാടി ചുരം. ഇതാണ് വടക്ക് നിന്ന് തെക്ക് വരെയുള്ള സ്ഥാനത്തിൻ്റെ ശരിയായ ക്രമം. 13ാമത്തെ ചോദ്യം, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്നു. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഓപ്ഷൻ എ. ബാക്കി 3ഉം ശരിയാണ്. ഉയർന്ന കാറ്റിൻ്റെ വേഗതയുള്ള താഴ്ന്ന മർദ്ദകേന്ദ്രം എല്ലാ ഡിപ്രഷനുകളും ചുഴലിക്കാറ്റുകളായി മാറുന്നില്ല.
ക്യുമുലോ നിംബസ് മേഘം ചുഴലിക്കാറ്റിൻ്റെ കേന്ദ്രത്തെ വലയം ചെയ്യുന്നു. ഇതൊക്കെ ശരിയാണ്. ഓപ്ഷൻ എ മാത്രം തെറ്റാണ്. 14ാമത്തെ ചോദ്യം, ഉയർന്ന താപനിലയിലും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലാറ്ററൈറ്റ് മണ്ണ്. ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ചോദ്യം 15, താഴെ പറയുന്നവയിൽ ഏത് മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്? ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ, ആഫ്രിക്കൻ സവന്ന. ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത് ആഫ്രിക്കൻ സവന്ന. ചോദ്യം 16, 2022-23 ബജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, PM ഗതി ശക്തി. 2022-23 ബജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ആണ് PM ഗതി ശക്തി. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം, 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 7.9%. ശരാശരി 7.9% വളർച്ചയാണ് 11ാം പദ്ധതി കാലത്ത്, പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ചത്. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് RBIയെ സംബന്ധിച്ച് ശരിയായത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്താനാണ്. ഒന്നാമത്തേത്, വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വില സ്ഥിരത നിലനിർത്തുക. 2, സിസ്റ്റത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക. നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുക. പൊതുജനങ്ങൾക്ക് മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ നൽകുക. 3, വിദേശ വ്യാപാരവും പേയ്മെൻറ്റും സുഗമമാക്കുന്നതിനും ഇന്ത്യയിലെ വിദേശ വിനിമയ വിപണിയുടെ ചിട്ടയായ വികസനവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്നതിനും. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. പറഞ്ഞ 3 പ്രസ്താവനകളും അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ്യ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയ ഏകോപന സമിതിയിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വനിതാ ശിശു വികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം, 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് അവരുടെ ഏത് ഗവേഷണത്തിനാണ് ലഭിച്ചതെന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. 21ാമത്തെ ചോദ്യം, വെബറിൻ്റെ ഐഡിയൽ തരം ബ്യൂറോക്രസിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 3, 4 ശരി. തൊഴിൽ വിഭജനം, ശ്രേണിയുടെ നന്നായി നിർവചിച്ചിരിക്കുന്ന അധികാരം, 4 വ്യക്തിത്വമില്ലാത്ത സ്വഭാവം. ഇത് 3 ശരി. അടുത്തത് 22ാമത്തെ ചോദ്യം, CEDAW ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്ത്രീകളാണ്. സീഡോയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോം ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വുമൺ. അതുപോലെ സീഡോ എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരായ എല്ലാത്തരം വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. അതുപോലെ സീഡോ അന്താരാഷ്ട്ര ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടത് 1979 ഇന്ത്യ
സീഡോ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1980-ലാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2005. നെക്സ്റ്റ് ചോദ്യം, മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, വി.ആർ. കൃഷ്ണയ്യർ. നെക്സ്റ്റ് ചോദ്യം, ഋഷി സുനക്കിന് മുമ്പ് ആരായിരുന്നു യുകെയുടെ പ്രധാനമന്ത്രി? ഋഷി സുനക്കിന് മുമ്പ് ആരായിരുന്നു യുകെയുടെ പ്രധാനമന്ത്രി? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ലിസ് ട്രസ് ആണ്. ലിസ് ട്രസ്. ഇപ്പോൾ നിലവിൽ യുകെയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് കെയർ സ്റ്റാർമറാണ്. ഈ അടുത്തിടെ നടന്ന ഇലക്ഷനിൽ ഋഷി സുനക്ക് പരാജയപ്പെട്ടിരുന്നു. നിലവിൽ യുകെയുടെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറാണ്. നെക്സ്റ്റ് ചോദ്യം, 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, 389. 389. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശക തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണ്? ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 3124. മൂന്നാമത്തേത്, ചമ്പകം ദൊരൈരാജൻ വാസസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ഇത് നടന്നത് 1950-ലാണ്. രണ്ടാമത് വരുന്നത് ഓപ്ഷൻ 1 ആണ്, ഗോലക്നാഥ് വാസസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 1967-ആണ്. മൂന്നാമത് പറയുന്നത് ഓപ്ഷനിൽ രണ്ടാമത്തതാണ്, കേശവാനന്ദ ഭാരതി വാസസ് കേരള സംസ്ഥാനം. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 1973-ആണ്. ലാസ്റ്റ് വണ്ണ് നാലാമത് വരുന്നത് മിനർവ മിൽസ് ലിമിറ്റഡ് വാസസ് ഇന്ത്യ ഗവൺമെൻറ്. അതിൻ്റെ ഡേറ്റ് 1980-ആണ്. ആദ്യം പറഞ്ഞത് 1950, രണ്ടാമത്തേത് 1967, 1973, നാലാമത്തേത് 1980. അടുത്ത ചോദ്യം, കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉള്ളതും ഭൂമിയുടെ വരുമാനം അഥവാ നികുതി സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്തമുള്ളതുമായ സംവിധാനത്തിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റയട്ട്വാരി സമ്പ്രദായം. നെക്സ്റ്റ് ചോദ്യം, 29ാമത്തെ ചോദ്യം, പഞ്ചായത്ത് രാജിനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണ് തെറ്റെന്ന് അടയാളപ്പെടുത്തുക. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. പഞ്ചായത്ത് രാജ് ബന്ധപ്പെട്ടിരിക്കുന്നത് 11ാം ഷെഡ്യൂളുമായിട്ടാണ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. ചോദ്യം 30, ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയൻ്റെ കടമയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ താഴെ പറയുന്ന ആർട്ടിക്കിളുകളിൽ ഏതാണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 355, 355. നെക്സ്റ്റ് ചോദ്യം, പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ടപ്പും ചെണ്ടയും. നെക്സ്റ്റ് ചോദ്യം, 32ാമത്തെ ചോദ്യം, കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ചീരാമകവി. കേരള ചോസർ ചീരാമകവിയാണ്. നെക്സ്റ്റ് ചോദ്യം, 2022 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? 2022 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓപ്ഷൻ ഡി, ചൈന. നെക്സ്റ്റ് ചോദ്യം, ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? അമേരിക്കൻ കപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, യാച്ച് റേസിംഗ്. ഓപ്ഷൻ ഡി, യാച്ച് റേസിംഗ് ആണ് അമേരിക്കൻ കപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചോദ്യം 35, ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കബഡി. ബംഗ്ലാദേശ് കബഡി. നെക്സ്റ്റ് 36, ചെട്ടികുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആലപ്പുഴ. നെക്സ്റ്റ് ചോദ്യം, കേരള ഫോക്ലോർ അക്കാഡമിയുടെ ആദ്യ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭാർഗവൻ പിള്ള. ഫോക്ലോർ ഭാർഗവൻ പിള്ള.
38-ാമത്തെ ചോദ്യം, PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടമായത്. നെക്സ്റ്റ് ചോദ്യം, ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നവയിൽ ഏതാണ് ഫെബർ ലൈഫിനെ പ്രഖ്യാപിച്ചത്? ടാറ്റ IPL നടത്തുന്നത് BCCI ആണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി BCCI. നെക്സ്റ്റ് 40-ാമത്തെ ചോദ്യം, ജോയിൻറ്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിൽ പങ്കെടുക്കും? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു, ഭോപ്പാൽ. ചോദ്യം 41, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് തെറ്റ്? ഒന്നാമത്തെ പ്രസ്താവന, സ്വിച്ച് ഫിസിക്കൽ ലെയറിൽ പ്രവർത്തിക്കുമ്പോൾ ഹബ്ബ് ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. 2, ഹബ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷനാണ്. 3, റൂട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. റൂട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 മാത്രം. തെറ്റായിട്ടുള്ളത് 1 മാത്രമാണ്. 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ചോദ്യം 42, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന, ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. 2, പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. 3, ജോയ്സ്റ്റിക്ക് ഒരു ഇൻപുട്ട് ഉപകരണമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം ശരിയാണ്. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്, അത് ശരിയാണ്. 2, പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്, അതും ശരിയാണ്. ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഉപകരണം ആണ്, ഇൻപുട്ട് ഉപകരണമല്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അത് തെറ്റാണ്. അടുത്ത ചോദ്യം 43-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി സ്പൂളിംഗ് ആണ്. നെക്സ്റ്റ് 44-ാമത്തെ ചോദ്യം, റാംസം വെയറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണെന്ന്? ഒന്നാമത്തെ പ്രസ്താവന, റാംസം വെയർ എന്നത് സ്വയം ആവർത്തിക്കുന്ന ഒരു വൈറസാണ്. 2, സാധാരണയായി ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നതിലൂടെ ആക്രമണകാരി കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് നേടുകയും ഉപയോക്താവിനെ ആക്സസ് ചെയ്യുന്നതിൽ നിന്നും തടയുകയും ചെയ്യുന്ന തരത്തിലുള്ള സൈബർ കുറ്റകൃത്യമാണ് ഈ പറഞ്ഞത്. 3-ാമത്തേത്, ഡാറ്റയിലേക്ക് ആക്സസ് ലഭിക്കുന്നതിന് പണം നൽകാൻ ആക്രമണകാരി ഇരയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. 44-ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2, 3. അതായത് ഈ പറഞ്ഞ 3ഉം ശരിയാണ്. നെക്സ്റ്റ് ചോദ്യം 45, ഉബുണ്ടു 20.04 LTS ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫോക്കൽ ഫോസ എന്നറിയപ്പെടുന്നതാണ് ഉബുണ്ടു 20.04 LTS. 46-ാമത്തെ ചോദ്യം, ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തേത്, CMS-01 ഒരു ആശയവിനിമയ ഉപകരണമാണ്. 2, GAST-6A ഒരു ഭൂനിരീക്ഷണ ഉപഗ്രഹമാണ്. 3, മിഷൻ EOS-03 വിജയിച്ചില്ല. 4, INS-1C ഒരു നാവിഗേഷൻ ഉപഗ്രഹമാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം മാത്രം. ശരിയായിട്ടുള്ളത് 1 ശരിയാണ്. CMS-01 എന്നുള്ളത് ഒരു ആശയവിനിമയ ഉപഗ്രഹമാണ്. 3-ാമത്തേത് മിഷൻ EOS-03 വിജയിച്ചില്ല എന്നുള്ളതും ശരിയായിട്ടുള്ളതാണ്. 2-ാമത്തെ GAST-6A എന്ന് പറയുന്നത് ഒരു ആശയവിനിമയത്തിനുള്ള ഒരു ഉപഗ്രഹമാണ്. ലാസ്റ്റ് INS-1C അത് ഒരു നാവിഗേഷൻ ഉപഗ്രഹമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അത് തെറ്റാണ്. അത് ടെലികമ്മ്യൂണിക്കേഷനും കാലാവസ്ഥ സേവനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഉപഗ്രഹമായിരുന്നു INS-1C. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 1ഉം 3ഉം മാത്രമാണ് ശരി, ഓപ്ഷൻ സി. നെക്സ്റ്റ് 47-ാമത്തെ ചോദ്യം, DRDOയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന, DRDO 1959 രൂപീകരിച്ചു. അത് തെറ്റാണ്, കാരണം 1958 DRDO രൂപീകരിച്ചത്. രണ്ടാമത്തേത്, INSAS ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് DRDO ആണ്. മൂന്നാമത്തേത്, DRDO ബഹിരാകാശ വകുപ്പിന് കീഴിലാണ്. അതും തെറ്റാണ്, DRDO കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ്. 4, DRDOയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ്.
അതും തെറ്റാണ്. DRDOയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ശരി. 48ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് വൈഡാൽ ടെസ്റ്റ് ഉപയോഗിച്ച് നിർണ്ണയിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ടൈഫോയിഡ്. ചോദ്യം 49, ഇന്ത്യയിലെ താഴെ പറയുന്ന പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളിൽ ഏതാണ് മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചിപ്കോ പ്രസ്ഥാനം. മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായിട്ട് ബന്ധപ്പെട്ടത് ചിപ്കോ പ്രസ്ഥാനമാണ്. 50ാമത്തെ ചോദ്യം, 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ച നഗരം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നാഗ്പൂരാണ് 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ചത്. അതുപോലെ 109ാമത്തേത് നടന്നത് ലക്നൌവിലാണ്. 109 ലക്നൗ, 108ാമത്തേത് നാഗ്പൂർ, 109 ലക്നൗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. 50 ചോദ്യത്തിൽ എത്രണ്ണം ശരിയായി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.